media, we couldn't meet them. You all have crowded there. ആരോട് ചോദിച്ചാലും കേരളത്തിൻ്റെ മുഴുവൻ ആളുകളുടെ ആവശ്യമായിരുന്നു വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന്. അതാണ് ഇന്ന് AICC പ്രഖ്യാപിച്ചത്. ഒരു 10 ദിവസം അതിൻ്റെ മുഖ്യമന്ത്രി ആരെയെന്ന് തീരുമാനിക്കാൻ എടുക്കുന്ന ഒരു സ്വാഭാവികമായ ഒരു സമയക്രമം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനെ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിച്ചു. വി ഡി സതീശനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇനി ഞങ്ങൾക്കറിയേണ്ടത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരെന്നുള്ളതാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുറേ കാലമായിട്ട് ചോദിക്കുകയാണ്. നമസ്കാരം. നിയുക്ത മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിലവിലിപ്പോൾ KPCC ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതുവരെ കാണാത്ത ഒരു തിരക്കാണ് നിലവിലിപ്പോൾ KPCC ഓഫീസിൽ അനുഭവപ്പെടുന്നത്. അതായത് 10 വർഷത്തിനിടയിൽ ഇതുപോലുള്ളൊരു തിരക്ക് KPCC ഓഫീസിൽ ഇതുവരെയും അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൂടാതെ KPCC ഓഫീസിന് മുൻപിൽ വലിയ രീതിയിലുള്ളൊരു പോലീസ് സന്നാഹം തന്നെയാണ് നിലവിലിപ്പോൾ ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ 10 വർഷത്തിനിടയിൽ ഇതുപോലുള്ളൊരു തിരക്ക് ഇതുവരെയും അനുഭവപ്പെട്ടിട്ടില്ല. നിയുക്ത മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി വന്നതാണ്. അതെ, നമ്മളതിനു വേണ്ടി പ്രവർത്തിച്ചത് തന്നെയാണ്. അതെ അതെ, ട്രിവാൻഡ്രത്ത് തന്നെ. ഷീസ് കമ്മിങ് ഫ്രം ഗോവ. സതീശ് വി ഡി സതീശനെ കേട്ടില്ല. സതീശനെ കണ്ടോ? ഇപ്പം വരുമ്പം കണ്ടായിരുന്നു, പക്ഷെ പേഴ്സണലി കണ്ടില്ല. അതെ അതെ. Media, we couldn't meet them. You all have crowded there. Thank you. ഓക്കെ, എന്തായാലും ഇതാണ് നിരവധി ആൾക്കാരാണ് ഇത്തരത്തിൽ നിയുക്ത മുഖ്യമന്ത്രിയെ കാണുവാൻ വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. KPCC ഓഫീസിൽ വലിയൊരു ജനപ്രവാഹം തന്നെയാണ് നിലവിലിപ്പോൾ ഉള്ളത്. നിലവിലിപ്പോൾ മുതിർന്ന നേതാക്കളുമായി സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി വി ഡി സതീശൻ നിലവിലിപ്പോൾ സംസാരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിരവധി നേതാക്കളും പ്രവർത്തകരുമാണ് ഇപ്പോൾ KPCC ഓഫീസിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണുവാൻ സാധിക്കും വലിയൊരു ജനസഞ്ചയം തന്നെയാണ് നിലവിലിപ്പോൾ ഉള്ളത്. വരും മണിക്കൂറുകളിലും നിരവധി പ്രവർത്തകർ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിരവധി മാധ്യമങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. 10 വർഷത്തിന് ശേഷമാണ് ഒരു UDF മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് എന്നതും കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ ആഹ്ലാദം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് KPCC ഓഫീസിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് ആ കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. നിരവധി പ്രവർത്തകർ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൂടാതെ വലിയ പോലീസ് സന്നാഹമാണ് KPCC ഓഫീസിന് മുൻവശവും റോഡിലുമെല്ലാം തന്നെ ഉള്ളത്. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ വലിയ ആവേശത്തിലാണ് അവർ ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്. നിയുക്ത മുഖ്യമന്ത്രി ഒടുവിൽ, അതായത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാണ് നിലവിലിപ്പോൾ KPCC ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നിരവധി പോലീസുകാരാണ് നിലവിലിപ്പോൾ KPCC ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. OJ ജനീഷ് അടക്കം. കേരളത്തിലെ ജനങ്ങൾ വലിയ മാൻഡേറ്റാണ് UDFന് നൽകിയത്. ഒരു 10 ദിവസം അതിൻ്റെ മുഖ്യമന്ത്രി ആരെയെന്ന് തീരുമാനിക്കാൻ എടുക്കുന്ന ഒരു സ്വാഭാവികമായ ഒരു സമയക്രമം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനെ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആഘോഷിച്ചു. പിന്നെ സമയം വൈകി എന്നുള്ള രീതിയിലൊക്കെ ആഘോഷിച്ചു. പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് ആരെന്ന് തീരുമാനമായിട്ടില്ല. പിന്നെ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട അവസ്ഥയുണ്ട്. അതെ, OJ ജനീഷ് പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് ഇതുവരെ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളൊരു കാര്യം, ഒരു ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം നിലവിലായിരിക്കുന്നു. മുഖ്യമന്ത്രി ഒടുവിൽ പ്രഖ്യാപിച്ചു, പക്ഷേ പ്രതിപക്ഷ നേതാവ് ആരാണ്? അല്ല, ഇനി ഞങ്ങൾക്കറിയേണ്ടത് അതാണ്. കഴിഞ്ഞ 11 ദിവസമായിട്ട് CPMൻ്റെ ആളുകൾ, CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അടക്കമുള്ള ആൾക്കാർക്ക് മുഖ്യമന്ത്രി ആരാകണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ കേരള സമൂഹത്തിന് കോൺഗ്രസ് തുറന്നു കാട്ടി, UDF തുറന്നു കാട്ടി വി ഡി സതീശനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇനി ഞങ്ങൾക്കറിയേണ്ടത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരെന്നുള്ളതാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുറേ കാലമായിട്ട് ചോദിക്കുകയാണ്. ഇനി പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് കൂടി CPMകാർ പറയേണ്ടതുണ്ട്. വലിയൊരു ജനപ്രവാഹവും അതുകൂടാതെ 10 വർഷത്തിനിടയിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിലൊരു വലിയൊരു ജനവിഭാഗം KPCC ഓഫീസിലേക്ക് എത്തിയത്. അതുകൂടാതെ വലിയ പോലീസ് സന്നാഹവുമുണ്ട്. എന്താണ് സന്തോഷമാണ്? പിന്നെ ഒരുപാട് സന്തോഷം. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ
കോൺഗ്രസ്സുകാർ, സാധാരണപ്പെട്ട ആളുകൾ എല്ലാവരും ആഗ്രഹിച്ച ഒരു വിജയമാണ്. അതുപോലെ കേരളത്തിൻ്റെ മനസ്സറിഞ്ഞ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് AICC നടത്തിയത്. VD സതീശൻ എന്ന് പറയുന്ന ഏറ്റവും നല്ല വിഷനോടുകൂടി പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന, നിലപാടെടുക്കുന്ന ഒരു നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതിൻ്റെ സന്തോഷമാണ് പ്രവർത്തകർക്കുള്ളത്. അതാണ് KPCCയും കണ്ടോൺമെൻറ് ഹൗസും എല്ലാം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള 5 വർഷക്കാലം അത് ഏറ്റവും മികച്ച ഒരു കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ളതാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മളെല്ലാവരും വലിയ ആഹ്ലാദത്തിലാണ്. കേരളത്തിലെ മുഴുവൻ ആളുകളും, നമുക്കറിയാലോ, ഇതൊരു പൊതു ആവശ്യം പോലെ ആയി കഴിഞ്ഞിരുന്നു. VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണമെന്ന് ആരോട് ചോദിച്ചാലും കേരളത്തിൻ്റെ മുഴുവൻ ആളുകളുടെ ആവശ്യമായിരുന്നു VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന്. അതാണ് ഇന്ന് AICC പ്രഖ്യാപിച്ചത്. എന്തായാലും പ്രതികരിച്ചതിൽ വളരെ നന്ദി. എന്നെ ഇതുപോലെ കണ്ട് ചോദിച്ചായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ വഞ്ചി തുഴഞ്ഞത് സതീശനാണെങ്കിൽ അതിൻ്റെ നേതൃത്വം സതീശനായിരിക്കും. സതീശൻ തന്നെ ഈ നേതൃത്വത്തിൽ കൊണ്ടുപോകും. സതീശൻ തന്നെ തുഴഞ്ഞ വണ്ടിയാണെങ്കിൽ ആ വഞ്ചിയുടെ നേരെ നെറുകരയിൽ സതീശൻ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഇതുപോലെ ഇവിടെ ഇരുന്ന് പറഞ്ഞു. നിലവിലിപ്പോൾ ഒരു യോഗം നടക്കുവാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ MLA മാരും അതുകൂടാതെ ഘടകകക്ഷികളിൽ ഉൾപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ MLA-മാർ ഉൾപ്പെടെയുള്ളവർ നിലവിലിപ്പോൾ KPCC ഓഫീസിൽ എത്തിച്ചേരും. എന്തായാലും ഏറെ ആവേശത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയുമാണ് പ്രവർത്തകർ ഇവിടെ ഉള്ളത്. അതുകൂടാതെ മുഖ്യമന്ത്രി ഒടുവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിനെ ഇനി എന്ന് പ്രഖ്യാപിക്കും എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ ഉള്ളവർ ചോദിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.